ഹലോ ഗായ്സ്, പെസാചാറിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ 2025 എങ്ങനെ സക്സസ് ആകാം എന്നൊരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആക്ച്വലി ഇത് 2025 നമ്മുടെ ലൈഫിൽ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ സക്സസ് ആകാം എന്നുള്ള കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഏതൊരു വർഷമാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ എന്നാണോ കാണുന്നത് അന്ന് തൊട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ ആ ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. അതായത് സൈക്കോളജി പരമായിട്ട് ഇതിനെക്കുറിച്ചുള്ള വലിയ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ 2024 ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കൂടുതൽ പറഞ്ഞ് ലാഗ് അടുപ്പിക്കാതെ വീഡിയോയിലോട്ട് തന്നെ പോവാം. നിങ്ങളിപ്പോൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ പേളി മണിയുടെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ഒരു കാര്യം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഫോളോ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നാണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഞാൻ കുറേ കാര്യങ്ങൾ തെറ്റായിട്ട് ലൈഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു 2024. അപ്പോൾ എൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ എന്തൊക്കെ ടിപ്സ് ആണ് ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത്, ആ ഒരു കാര്യം കൂടാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം. പേളി മണിയുടെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് എൻ്റെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, അപ്പം അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. പേളി ചേച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാറുണ്ട്. D4 ഡാൻസ് തൊട്ടിട്ടുള്ള എല്ലാ വീഡിയോസും കാണാറുണ്ടായിരുന്നു. D4 ഡാൻസിൽ ആങ്കറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബിഗ് ബോസിൽ എനിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ എല്ലാം ഞാൻ കാണാറുണ്ടായിരുന്നു. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും പുള്ളിക്കാരിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. കാര്യം നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ്. ലൈഫിൽ എപ്പോഴെങ്കിലും നേരിട്ട് കാണാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയത്തില്ല, പക്ഷെ കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പുള്ളിക്കാരുടെ വീഡിയോയിൽ ഒരുപാട് തവണ ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പം ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. അതായത് ഇപ്പം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അത് ഇമാജിൻ ചെയ്തിട്ട് താങ്ക് യു, ഈ ഒരു കാര്യം നടന്നതിന് നന്ദി, അല്ലെങ്കിൽ താങ്ക് യു എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു കാര്യം നമ്മൾ ഇമാജിൻ ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് അത് എത്രയും പെട്ടെന്ന് നടക്കും. മീൻസ് എത്രയും പെട്ടെന്നല്ല, കുറച്ച് ടൈം പീരീഡ് എടുക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു എഫേർട്ടും കൂടെ വേണം. ഇപ്പൊ എഫേർട്ട് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആ കാര്യം നടക്കത്തില്ല. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ചെയ്ത് സക്സസ് ആയ 2 എക്സാമ്പിൾസ് പറയാം. ഒന്നെന്ന് പറയുന്നത്, ഈ കൊറോണ സമയത്തൊക്കെ മഴവിൽ മനോരമയിൽ ഉടൻ പണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ആ പ്രോഗ്രാം ഇങ്ങനെ ജസ്റ്റ് ഇരുന്ന് കാണുമായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഫോണിലും അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പോൾ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു പരിപാടി കൊറോണ സമയത്ത് ഫുൾ ഇരുന്ന് കാണുമായിരുന്നു. പക്ഷെ എപ്പോഴോ മനസ്സിലൊരു ചെറിയൊരു ആഗ്രഹം കൂടി കയറിയായിരുന്നു, ആ ഒരു പ്രോഗ്രാമിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. ഓക്കെ, അത് വലിയൊരു ആഗ്രഹമായിട്ടല്ല, ചെറിയതായിട്ട് ഒരു സീസൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സീസൺ ആങ്കറിങ് ചെയ്തത് വെങ്കിയും ടിങ്കിളാണ്. ഇപ്പൊ മഴവിൽ മനോരമയിലെ ഉടമ്പണം കാണുന്നവർക്കറിയാം ആരാണ് വെങ്കിയും ടിങ്കിൾ എന്നുള്ളത്. സോ ആ ഒരു സീസണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എനിക്കും പറ്റി. അതിനകത്ത് 119ാമത്തെ എപ്പിസോഡിലാണ് കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നത്. ഞാനും എൻ്റെ ബ്രദറും ആണ് ആ ഒരു സീസണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. സോ അത് ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു വലിയ കാര്യമാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്കതൊരു വലിയ കാര്യമായിരുന്നു. കാര്യം ഒരു ടെലിവിഷൻ ചാനലിൽ, അതായത് മഴവിൽ മനോരമ എന്ന് പറയുന്ന വലിയൊരു ചാനലാണ്, ആ ഒരു ചാനലിൽ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റി ആ ഒരു റിയാലിറ്റി ഷോയിൽ. അപ്പം അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചുമ്മാ ഇരുന്ന് ഇമാജിൻ ചെയ്യാണ്, ഊടമ്പണത്തിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി, താങ്ക് യു എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മൾ അവിടെ പോയി പാർട്ടിസിപ്പേറ്റ് ആവത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും എഫേർട്ട് എടുക്കണം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ എഫേർട്ട് എടുക്കാൻ കാരണം എൻ്റെ പേരൻസ് ആണ്. അച്ഛനും അമ്മയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മളെ ജില്ലയിൽ ഇതിൻ്റെ ഒരു ഓഡീഷൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊല്ലത്ത് ഓഡീഷൻ വന്ന സമയത്ത് കൊല്ലം മഴവിൽ മനോരമ ഓഫീസിലാണ് വന്നത്. അങ്ങനെ ആ ഒരു ഓഡീഷനിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്ത സമയത്താണ് അതിൽ നിന്ന് സെലക്ഷൻ കിട്ടിയിട്ട് ഉടമ്പണത്തിൽ വരാനായിട്ട് പറ്റിയത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും സെലക്ഷൻ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഷോ കാണുന്നവർക്കറിയാം അവിടെ ATM ഉണ്ട്. അപ്പം ATM ആണ് എന്ത് ചെയ്യുന്നത്, ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോകുന്നതെന്നുള്ളത് ചൂസ് ചെയ്യുന്നത്. അന്ന് ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഒരുപാട് കണ്ടസ്റ്റൻസ് ആ ഒരു എപ്പിസോഡിൽ ഉണ്ടായിരുന്നു. ഒരു 20+ കണ്ടസ്റ്റൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം 3 പേർക്ക് മാത്രമാണ് അതിനുള്ള ചാൻസ് കിട്ടുക. ആ ഒരു 20 പേരിൽ നിന്ന് 3 പേരെ മാത്രമായിരിക്കും ATM-ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സെലക്ട് ആവുന്നത്. അപ്പൊ അതിലും അവിടെ ചെന്നിട്ടും അതിലും സെലക്ഷൻ കിട്ടി. അപ്പൊ അതിന് മുന്നേ ഞാൻ ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഉടമ്പണത്തിൽ പോകുന്നതും സെലക്ഷൻ കിട്ടുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ഒക്കെ.
അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഉടമ്പണത്തിൽ പോകുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇമാജിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനത് ശരിക്കും സ്വപ്നം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷോയിൽ പോകുന്നതും ആ ATM ആതിര പ്രസാദ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് വിളിക്കുന്നതും ഒക്കെ ഞാൻ ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ തവണ ഞാൻ അതിങ്ങനെ ആതിര പ്രസാദ് എന്ന് വിളിക്കുമ്പോൾ എൻ്റെ ഒരു റിയാക്ഷൻ വരുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു കാര്യം ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ അത് നമ്മളെ ലൈഫിൽ സംഭവിക്കും. അപ്പം അതിന് ഇങ്ങനെ ഒരു കാര്യം നടന്നതിന് താങ്ക് യു, ഉടമ്പണത്തിൽ സെലക്ഷൻ കിട്ടിയതിന് താങ്ക് യു, അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ശരിക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മുമ്പേ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം നടന്നു എന്ന് വിശ്വസിച്ച് അതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്തോ പിന്നെ ഇങ്ങനെ ചുമ്മാ താങ്ക് യു ഒക്കെ പറഞ്ഞാൽ നടക്കുമോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പം ഏതൊരു കാര്യം സക്സസ് ആവണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചുമ്മാ താങ്ക് യു എന്നൊന്നും പറഞ്ഞിട്ട് നടക്കത്തില്ല. എന്ത് ചെയ്യണം, നമ്മൾ എഫേർട്ട് എടുക്കണം, നമ്മളേതായ രീതിയിലുള്ള ഒരു എഫേർട്ട് എടുക്കണം. ഞാൻ അതിൻ്റെ ഓഡീഷന് പോയതുകൊണ്ടാണ് എനിക്ക് അവിടെ സെലക്ഷൻ കിട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം നടന്നതായിട്ട് സങ്കല്പിച്ച് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇത് നടക്കാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെഗറ്റീവ് ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ വരാനായിട്ട് പാടില്ല. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യുമെങ്കിൽ അത് ഉറപ്പായിട്ടും സക്സസ് ആവുമെന്ന് നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്താൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ പേര് നാളെ തൊട്ട് നിങ്ങൾ ഇപ്പം ഗവൺമെൻറ് ജോലി കിട്ടി താങ്ക് യു, അല്ലെങ്കിൽ കരിയർ സക്സസ് ആയി താങ്ക് യു, നല്ല പൈസ കിട്ടി താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് അത് നടക്കത്തില്ല. അത് നിങ്ങൾ അതിനകത്തൊരു വിശ്വാസം വേണം. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ ഒരു മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ഷുഗറോ പ്രഷറോ എന്തെങ്കിലും ഉണ്ട്, നമ്മളിപ്പോൾ ഒരു മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്ന് കഴിച്ചാൽ നമ്മൾ അസുഖം മാറും എന്നുള്ളൊരു തോട്ട് നമുക്ക് വേണം. ഓക്കെ, അതിനോടൊപ്പം നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഷുഗർ പ്രഷറൊക്കെ റിവേഴ്സ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതിന് നമ്മുടേതായ ഒരു പോസിറ്റീവ് തിങ്കിങ്ങും നമ്മുടേതായ ഒരു എഫേർട്ടും കൂടെ വേണം. പോസിറ്റീവ് തിങ്കിങ് എന്ന് വെച്ചാൽ ഈ ഒരു മരുന്ന് കഴിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ അസുഖം മാറും എന്നുള്ളൊരു പോസിറ്റീവ് തിങ്കിങ്ങും, അതുപോലെ തന്നെ എഫേർട്ട് എന്ന് പറയുന്നത് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ്, എക്സസൈസ്, കാര്യങ്ങൾ. അപ്പം ഈ രണ്ട് കാര്യങ്ങളും കൂടെ, നമ്മുടെ എഫേർട്ടും നമ്മുടെ പോസിറ്റീവ് മൈൻഡും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊരു കാര്യവും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ ലൈഫിൽ ഈ ഒരു പ്രോസസ്സിലൂടെ ഞാൻ അച്ചീവ് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനായിട്ട് പറ്റിയത്. അതായത് മഴവിൽ മനോരമ പോലത്തെ വലിയൊരു ചാനലിൽ വന്ന് ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, സോ അത് ഞാൻ ഒരിക്കലും നടക്കുമെന്ന് വിചാരിച്ച കാര്യമല്ല, പക്ഷെ അത് നടന്നു. ഓക്കെ, അതാണ് എൻ്റെ ലൈഫിൽ ഫസ്റ്റായിട്ട് സംഭവിച്ച കാര്യം. ഈ ഒരു പ്രോസസ്സ്, അതായത് ഇപ്പോൾ ഈ ഒരു കാര്യം നടന്നു എന്ന് പറഞ്ഞ് ഇമാജിൻ ചെയ്ത് താങ്ക് യു പറഞ്ഞ് ചെയ്തതിൽ എനിക്ക് കിട്ടിയ ഫസ്റ്റ് ഒരു അച്ചീവ്മെൻറ്റ്. സെക്കൻഡ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് പൈസ കയ്യിൽ വന്ന സമയത്ത്, ഫസ്റ്റ് $US കയ്യിൽ വന്ന സമയത്ത്, അതാണ് എൻ്റെ ലൈഫിലെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്. അതായത് ചാനൽ ഞാൻ ഫേസ് ഒക്കെ കാണിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ആ 1 വർഷത്തിനുള്ളിൽ തന്നെ മോണിറ്റൈസേഷൻ ഒക്കെ ആയി. അതായത് 4000 മണിക്കൂർ വാച്ച് അവർ, 1000 സബ്സ്ക്രൈബേഴ്സ്, ആ ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ആയി. പക്ഷേ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൈസ, ഫസ്റ്റ് ഇൻകം കിട്ടണമെങ്കിൽ $100 കഴിയണം. $100 കഴിഞ്ഞാൽ മാത്രമേ ഫസ്റ്റ് ഇൻകം കിട്ടത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇൻകം എത്രയായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണും, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതാണ്, അതിനകത്ത് ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണിനെ കുറിച്ചൊക്കെ ഒരുവിധം പറയുന്നുണ്ട്. അപ്പം അങ്ങനെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ന്യൂ യൂട്യൂബേഴ്സ് അവരുടെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്തു. പിന്നെ കുറച്ച് നാളത്തേക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പം റീസെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫ്യൂച്ചറിലും എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിലുള്ള യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങളും, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞതിന് ശേഷം ഡോളർ കയ്യിൽ കിട്ടാനായിട്ട് കുറച്ച് താമസിച്ചു. കാര്യം പിന്നെ എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായത് നമ്മളിപ്പോൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് കണ്ടന്റ് ആണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിലൊരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് വരത്തുള്ളൂ. അപ്പം ഞാൻ പെറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ ചെറിയ ട്രാവൽ വ്ലോഗ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്, ഓരോ പെറ്റ്സിൻ്റെ, ഓരോ കെനൽസിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഓരോ ഫാമിൻ്റെ ഒക്കെ വിസിറ്റിന് നമ്മൾ പോകുന്ന സമയത്ത് പല പല ജില്ലകളിൽ, പല പല സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ട് വരും. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു ഡ്രീമും കൂടെ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതായത് ചെറിയൊരു ബിസിനസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് ഒരു കമ്പനിയിൽ. അവിടുന്ന് ഞാൻ പിന്നെ റിസൈൻ ചെയ്തിട്ടാണ് യൂട്യൂബിലേക്ക് ഫോക്കസ് ചെയ്തത്. യൂട്യൂബിലേക്ക് ഫോക്കസ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു, അടുത്തൊരു ഗോളും കൂടെ എടുത്ത് അങ്ങ് സെറ്റ് ചെയ്തു. അതായത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറയത്തില്ലേ, എന്നെ കൊണ്ട് പറ്റാത്ത കുറേ കാര്യങ്ങൾ ഞാൻ അറ്റ് എ ടൈം തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഓക്കെ, അപ്പം മോണിറ്റൈസേഷൻ ആയ സമയത്ത് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ മോണിറ്റൈസേഷൻ ആയത് കറക്റ്റായിട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഡോളർ കാര്യങ്ങളൊക്കെ കിട്ടിയെന്നായിരുന്നു. പക്ഷെ ഞാൻ അതിനകത്ത് കുറച്ച് ലാഗ് വന്നു, ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് എന്ത് പറ്റി, നമ്മളെ യൂട്യൂബിൻ്റെ കാര്യം അവിടെ ലാഗായി. എന്നാലും
ചാനൽ ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഡെഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള റീൽ വീഡിയോസും കുറേ ഷോർട്സും ഒക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഓരോ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്ത് ഉരുട്ടി പുരട്ടി അവസാനം ഫസ്റ്റ് പേയ്മെന്റ് കിട്ടുന്ന രീതിയിലേക്ക് എത്തി. ഓക്കെ. പിന്നെ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് എനിക്ക് ആ ഒരു ഇൻകം കിട്ടിയ ആ ഒരു മൊമെന്റ്. ഇത് രണ്ടുമാണ് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചിട്ട് അച്ചീവ് ചെയ്ത കാര്യങ്ങൾ. പിന്നെ അതിന് മുന്നോടിയായിട്ട് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ച്, അതായത് ഇമാജിൻ ചെയ്ത് അത് നടന്നതായിട്ട് തിങ്ക് ചെയ്ത് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തൊരു കാര്യമാണ് ഫസ്റ്റ് യൂട്യൂബിൽ 10,000 ആദ്യമേ 5,000 സബ്സ്ക്രൈബേഴ്സും പിന്നെ അതിനുശേഷം 10,000 സബ്സ്ക്രൈബേഴ്സും ആയത്. ഓക്കെ. ഇപ്പൊ 5,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഓക്കെ. ആ ഒരു 5,000 പേര് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമാണ്. അപ്പം ആദ്യമേ എനിക്കൊരു 2,000 ഒക്കെ ആയ സമയത്ത് ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്തു താങ്ക് യു സോ മച്ച്, 5,000 സബ്സ്ക്രൈബേഴ്സ് ആയതിന് നന്ദി, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇമാജിൻ ചെയ്ത് ചുമ്മാ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇമാജിൻ ചെയ്തിരുന്നതല്ല, ഞാൻ അതിന് വേണ്ടി എഫേർട്ടും കൂടെ എടുത്തു. കുറെ ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു തുടക്കത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം 10,000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ഇമാജിൻ ചെയ്തു. 10,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവാറായപ്പോഴത്തേക്ക് മോണിറ്റൈസ്ഡ് ആയി. ഓക്കെ. ഡോളർ കിട്ടുന്നത് ഞാൻ ഈ റീസെന്റ് ആയിട്ടാണ് ഡോളർ കിട്ടുന്നത്. അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കാണാൻ വീണ്ടും പറയാണ്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയത് ശരിക്കും ഒരു ഷോക്ക് തന്നെയായിരുന്നു. എന്നെക്കാളും ഭയങ്കര ഷോക്കായിരുന്നു എൻ്റെ ഹസ്ബൻഡിന്. ഒരിക്കലും 10,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവുമെന്ന് പുള്ളി വിചാരിച്ചില്ല. പക്ഷെ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് പരിശ്രമിച്ചിട്ട് തന്നെയാണ് കിട്ടിയത്. ഓക്കെ. അപ്പം യൂട്യൂബ് ജേർണി ഒക്കെ പറയുന്നതിനകത്ത് ഞാൻ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ, അത് നിങ്ങൾ എന്തായാലും ഒന്ന് കാണാം. അപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ശരിക്കും ഒരു മോട്ടിവേഷൻ തന്നെ ആയിരിക്കും. ഞാൻ ഈ ഒരു വീഡിയോ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ സിറ്റ് ഔട്ട് ഇരുന്നാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കുറേ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അതാണ് എൻ്റെ ഐ മൊമെന്റ്സ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു വീഡിയോ മസ്റ്റായിട്ട് കാണുക. യൂട്യൂബിൽ നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ, ഞാനിപ്പോൾ ഒരു വലിയ യൂട്യൂബറോ 1,00,000 സബ്സ്ക്രൈബേഴ്സോ 50,000 സബ്സ്ക്രൈബേഴ്സോ ഒന്നും ഉള്ള ആളല്ല. പക്ഷെ എന്നിരുന്നാലും ഇപ്പം ഒരു സെലിബ്രിറ്റിയോ അല്ല, നിങ്ങളെ പോലെ തന്നെ ഒരു സാധാരണക്കാരിയാണ്. സാധാരണ രീതിയിൽ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്നിപ്പോൾ ഇത്രയും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയി എത്തി നിൽക്കുന്നു. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾക്ക് സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടുക. ഓക്കെ. ഇടയ്ക്ക് വെച്ചൊരു ഗ്യാപ്പ് വരാതിരിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ആണ് കൂടുതൽ വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല അടിപൊളി ഷോർട്സ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം നിങ്ങളിപ്പം ചുമ്മാ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു ഏതെങ്കിലും ഒരു സിനിമ സോങ് ഇട്ട് എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുത്ത് അപ്ലോഡ് ചെയ്യുന്നത്, ഇത്രയും നാൾ നിങ്ങൾ അങ്ങനെയായിരുന്നു അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾ വ്ളോഗാണ് ചെയ്യുന്നതെങ്കിൽ വ്ളോഗ് ചാനലിനകത്ത് എല്ലാ കാര്യങ്ങളും വരുമല്ലോ. ട്രാവലിങ്, കുക്കിംഗ്, റീൽസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വ്ളോഗ് ചാനൽസിൽ വരും. ഇപ്പോൾ വ്ളോഗാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ ജസ്റ്റ് ഒരു മ്യൂസിക് വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് വ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളത് വോയിസ് ഓവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങളെ സ്വന്തം വോയിസ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ ആദ്യമേ ഭയങ്കര പാടായിരിക്കും. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു അച്ചടി ഭാഷ പോലെ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കി വായിക്കുന്ന പോലെ വരും, അങ്ങനെയൊക്കെ വരും. പക്ഷെ അത് നമ്മൾ ചെയ്ത് വരുമ്പോഴേ അത് ഇമ്പ്രൂവ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാം. ഇത്രയും നാൾ നിങ്ങൾ എങ്ങനെയാണോ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരാം. ഇപ്പം നിങ്ങൾ തമ്പനെയിലൊന്നും കൊടുക്കാതെ ചുമ്മാ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ തമ്പനെയിൽ കൊടുക്കുക. ഇപ്പൊ വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യാതെ, ഇപ്പൊ ഭയങ്കര മാസ്മരികമായ എഡിറ്റിംഗ് സ്കിൽസ് കാര്യങ്ങൾ വേണമെന്നൊന്നുമല്ല, ചെറിയ രീതിയിലുള്ള ഒരു എഡിറ്റിംഗ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആപ്പുകളുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് VN ആണ്. VN ഉണ്ട്, ഇൻഷോട്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആപ്പുകളുണ്ട്. ഓക്കെ. ഈ പറഞ്ഞ ആപ്പുകളുടെയൊക്കെ ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസും കിടപ്പുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും അങ്ങനെ എല്ലാ ലാംഗ്വേജസിലും ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, അത് പഠിക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ഇനി യൂട്യൂബ് ചാനൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട ഒരു ഗോളാണ്, നിങ്ങൾ ഇത്രയും നാൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വോയിസ് ഓവറോ ടൈറ്റിലോ ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ നിങ്ങളെ കണ്ടന്റ് നിങ്ങളിങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക, എന്ത് കണ്ടന്റ് ആണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്യുക. എന്നിട്ട് ആ ഒരു കണ്ടന്റ് നിങ്ങൾ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പം എന്തായാലും ഒരു ഇമ്പ്രൂവ്മെന്റ് വരും. ഓക്കെ. അല്ലാതെ ചുമ്മാ നമ്മളിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന് എന്തെങ്കിലും പാട്ട് കൊടുത്ത് എന്തെങ്കിലും ടൈറ്റിൽ കൊടുത്ത് ഇട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഗ്രോത്ത് വേണമെങ്കിൽ നിങ്ങൾ എന്തായിരുന്നോ ചെയ്തുകൊണ്ടിരുന്ന അതിൽ നിന്ന് ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരിക.
അത് കോൺസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, ഒരു കാരണവശാലും നിങ്ങൾ കുറേ വീഡിയോസ് അടുപ്പിച്ച് ഡിലീറ്റ് ചെയ്യരുത്. എനിക്ക് മോണിറ്റൈസേഷനൊക്കെ ആയ സമയത്ത് ഞാൻ ചെയ്തൊരു മണ്ടത്തരമാണ്. 1400+ വീഡിയോസ് ഉണ്ടായിരുന്നു. ഒരു 200 വീഡിയോസ് ഒറ്റ ദിവസം കൊണ്ട് അടുപ്പിച്ചങ്ങ് ഡിലീറ്റ് ആക്കി. അത് നമ്മുടെ ചാനൽ അനലിറ്റിക്സിനെ ബാധിക്കും. എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നു. അന്ന് ഈ ഒരു യൂട്യൂബിനെ കുറിച്ചൊന്നും ഭയങ്കരമായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോഴും ഭയങ്കരമായിട്ടൊന്നും അറിയത്തില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ വീഡിയോസ് കൊള്ളത്തില്ല, അല്ലെങ്കിൽ പഴയ വീഡിയോസ് പൊട്ട വീഡിയോസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയരുത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നീട് നമുക്ക് വ്യൂസ് വരാതിരിക്കും. എനിക്കിപ്പം അതാണ് പ്രശ്നം. എൻ്റെ ചാനൽ കുറച്ച് നാൾ ഫ്രീസായി. നല്ല വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു ഷോർട്സിനൊക്കെ. പക്ഷേ ഇപ്പോൾ വ്യൂസ് കുറച്ച് കുറവാണ്. പക്ഷേ എന്നാലും ഞാനത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് പേര് ചിന്തിക്കുന്നുണ്ടാവും, യൂട്യൂബ് അതായത് ലൈഫിൽ സക്സസ് ആവുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ എന്താ യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞെന്നുള്ളത്. കാര്യം ഇപ്പം എൻ്റെ വീഡിയോസ് റീസെൻ്റ് ആയിട്ട് കാണുന്നവരെല്ലാം ന്യൂ യൂട്യൂബേഴ്സാണ്, പുതുതായിട്ട് ചാനൽ തുടങ്ങിയവരാണ്. അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത ഡ്രോബാക്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു. അതായത് ഒരു സമയം തന്നെ ഒരുപാട് ഗോൾസ് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അതായത് ഇപ്പം ചെയ്ത കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്നെന്ന് പറയുന്നത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഓക്കെ, വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് കമ്പനിയിൽ. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സ് ഫുള്ള് യൂട്യൂബിലായിരുന്നു. അയ്യോ, ഈ ഒരു ജോലി ഉള്ളത് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പോകാനായിട്ട് പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് എന്ന് പറഞ്ഞ സ്വപ്നം അവിടെ ബ്രേക്കായി പോവുകയാണല്ലോ, ഞാൻ ഇതിനകത്തേക്ക് ചുരുങ്ങി പോവുകയാണല്ലോ എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് വീക്ക് ഓഫ് വരുന്നത്. അപ്പോൾ ആ ഒരു വീക്ക് ഓഫിൽ നമുക്ക് എല്ലാം കൂടെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റത്തില്ല. നമ്മളിപ്പം കുറച്ച് കാര്യങ്ങൾ വീക്ക് ഓഫിൽ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചേക്കുന്ന കാര്യങ്ങൾ, വീഡിയോ എടുക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം കൂടെ ആ ഒരു ഒറ്റ വീക്ക് ഓഫിൽ നടക്കത്തില്ല. അപ്പം അങ്ങനെ വന്ന സാഹചര്യത്തിൽ അവസാനം വേറെ വഴിയില്ലാതെ ഞാൻ എന്ത് ചെയ്തു, റിസൈൻ ചെയ്ത് കഴിഞ്ഞ് യൂട്യൂബിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് മനസ്സ് വീണ്ടും മാറി. യൂട്യൂബ് കുറച്ച് ടാസ്ക് ആണല്ലോ, ഇതിനകത്ത് എങ്ങനെ ഒന്ന് സക്സസ് ആവുന്നേ എന്നൊക്കെ വിചാരിച്ച് ആ ജോലി കളയണ്ടായിരുന്നു എന്നുള്ളൊരു തോട്ട് വന്നു. അങ്ങനെ ഇരിക്കെ യൂട്യൂബ് മോണിറ്റൈസ്ഡ് ആയ സമയത്ത് എന്തെങ്കിലും ഒരു ഇൻകം പെട്ടെന്ന് വേണമല്ലോ. കാരണം ഇത്രയും നാൾ മന്ത്ലി ഒരു സാലറി കിട്ടിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പം എന്തെങ്കിലും ഒരു ഇൻകം പെട്ടെന്ന് വേണമല്ലോ എന്ന് ആഗ്രഹിച്ച് എന്ത് ചെയ്തു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം യൂട്യൂബ് മോണിറ്റൈസേഷൻ ആയത് വീണ്ടും അവിടെ സ്റ്റക്കായി. അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ്സിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് എന്താ പറയുക, ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, PSC പഠിക്കൂ, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യൂ, കോച്ചിങ്ങിന് പോകൂ എന്നൊക്കെ ഉള്ളത്. അപ്പം അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഞാൻ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഷ്ടാലത്തിന് പോയ സമയത്ത്, പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒറ്റ പരീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. PSCക്ക് ഞാൻ കഷ്ടാലത്തിന് പോയ സമയത്ത് ആ ഒരു ടൈം തൊട്ടാണ് പ്രിലിംസും മെയിൻസും വന്നത്. ഇപ്പോൾ വീണ്ടും ചില എക്സാംസിന് ഒറ്റ പരീക്ഷ വീണ്ടും ആയിട്ടുണ്ട്. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ ഫസ്റ്റ് പ്രിപ്പയർ ഒക്കെ ചെയ്ത് കോച്ചിങ്ങിനൊക്കെ പോയിരുന്ന സമയത്ത് ഫസ്റ്റ് പ്രിലിംസ് എഴുതി. 2020 LDC ചുമ്മാ പോയി എഴുതി, വലുതായിട്ട് പഠിച്ചൊന്നുമില്ല, വീട്ടുകാരുടെ ഒരു നിർബന്ധത്തിൽ പോയി ചുമ്മാ എഴുതി. പ്രിലിംസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഇവർ പറഞ്ഞു അത് തന്നെ ഫോക്കസ് ചെയ്യുന്നൊക്കെ. പക്ഷേ ആ ഒരു പ്രിലിംസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മാരേജ് നടക്കുന്നത്. മാരേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ എങ്ങനെയെങ്കിലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളൊരു തോട്ടായി. അങ്ങനെ ഞാൻ കമ്പനിയിൽ കയറുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂസും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലും വർക്ക് ഫ്രം ഹോം ആയിരുന്നു പ്രിഫർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ വർക്ക് ചെയ്തതും വർക്ക് ഫ്രം ഹോം ആണ്. ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിലായിരുന്നു വർക്ക് ചെയ്തത്, ടീം ലീഡറായിട്ട്. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ഒരു വർക്കിങ്ങിൻ്റെ ഇതെന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ ഓരോരോ ഗോള് കാര്യങ്ങളൊക്കെ വന്ന് സെറ്റ് ചെയ്ത് പോയത്. ഇപ്പോൾ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആവുന്ന ഞാൻ ഡ്രീം ചെയ്ത് സ്വപ്നം കണ്ട് ഞാൻ നേടിയെടുത്തു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു PSC എന്ന് പറഞ്ഞുള്ളൊരു സ്വപ്നത്തോടു കൂടി അതേന്ന് പറഞ്ഞ് ലക്ഷ്യമാക്കി പഠിച്ചു. അതിനുവേണ്ടി ഇഷ്ടംപോലെ എഫേർട്ട് എടുത്ത് ഉറക്കം ഒഴിഞ്ഞ് ഇപ്പോൾ ജോലി കിട്ടുന്നതും അഡ്വൈസ് മെമ്മോ കിട്ടുന്നതും ഒക്കെ സ്വപ്നം കണ്ട് പഠിച്ച ഒരുപാട് പേരുണ്ട്. അവർക്ക് ജോലി കിട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ജോലി കിട്ടിയ സമയത്ത് ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പം വീട്ടുകാർ പറഞ്ഞു, ഈ ബിസിനസ്സൊക്കെ റിസ്ക് അല്ലേ, ഗവൺമെൻറ് ജോലി ആകുമ്പോൾ റിസ്ക് ഒന്നുമില്ലല്ലോ, അത് മന്ത്ലി സാലറി കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മനസ്സൊന്ന് കുലുങ്ങി. ബിസിനസ് വേണോ, PSCക്ക് പഠിക്കണോ, PSCക്ക് പഠിക്കണം. പക്ഷേ ഞാൻ PSCക്ക് വേണ്ടി അങ്ങനെ ഭയങ്കര എഫേർട്ടൊന്നും എടുത്തില്ല. ഞാനപ്പം വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, റിസ്ക് എടുക്കുന്നതല്ലേ നല്ലത്, റിസ്ക് എടുത്തവരാണ് ലൈഫിൽ സക്സസ് ആയിട്ടുള്ളവർ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ ഡയലോഗ് അടിക്കുമല്ലോ, അങ്ങനെ കുറേ ഡയലോഗൊക്കെ അടിച്ചായിരുന്നു. പക്ഷേ അങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എന്ത് പറ്റിയത്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഹോസ്പിറ്റൽ കേസ് വന്നത്. ഓക്കെ, അങ്ങനെ ഹോസ്പിറ്റൽ കേസ് വന്നു. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദർ ഇൻ ലോയ്ക്ക് പെട്ടെന്ന് വയ്യാതെയൊക്കെ ആയി. അങ്ങനെ കുറേ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും എന്ത് പറ്റി, രണ്ടും ഇതായി. യൂട്യൂബും തകിടം മറിഞ്ഞു, അതുപോലെ തന്നെ ബിസിനസ്സും തകിടം മറിഞ്ഞു.
പിന്നെ പുള്ളിക്ക് നല്ലതുപോലെ വയ്യാതെ വന്നു. നമ്മൾ സർജറി കാര്യങ്ങളെല്ലാം ചെയ്തു. എല്ലാം ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. റെസ്റ്റിലൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം പെട്ടെന്ന് വീണ്ടും ഒരു അറ്റാക്കും കൂടെ വന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് പുള്ളി പോയി. അത് കുറച്ച് നാളത്തേക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു എല്ലാവർക്കും. അപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും ഡൗൺ ആയി. അങ്ങനെ കുറേ നാൾ അങ്ങനെ അങ്ങ് പോയി. വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാതെ അങ്ങനെ ഡൗൺ ആയി. അങ്ങനെ കുറേ നാൾ അങ്ങനെ അങ്ങ് പോയി. പിന്നെ അതിന് ശേഷം ആണ് വീണ്ടും അടുത്തൊരു പ്ലാൻഡ് ആയിട്ടുള്ള കാര്യം നടന്നത്. അതായത് ബേബി പ്ലാൻ. അങ്ങനെ ഇപ്പം ആ ഒരു ഫേസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം. ഞാൻ അതിപ്പം റീസെൻ്റ് ആയിട്ട് ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ആ ഒരു ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വീണ്ടും ഒരു ഇതിപ്പോൾ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്ലാൻഡ് ആയിട്ടുള്ള വീണ്ടും ഒരു കാര്യം ലൈഫിലേക്ക് വന്നു. അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സമയം തന്നെ കുറേ ഗോൾസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഉള്ളൊരു പ്രശ്നം ഇപ്പോൾ ഈ ഒരു ബേബി പ്ലാൻ വരാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കുറേ പേര് പറയുമല്ലോ, ഇങ്ങനെ കുറേ ഏജ് പോയി കഴിഞ്ഞാൽ പാടാണ്, കുറേ നെഗറ്റീവ് ചിന്തകൾ. അതായത് ഇപ്പം നമ്മുടെ ചുറ്റുമുള്ള കുറേ പേര് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആ ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ ഉപബോധ മനസ്സിൽ കയറിപ്പോകും. അങ്ങനെ പോകുന്ന സമയത്താണ് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നെഗറ്റീവായിട്ട് സംഭവിക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അതല്ലാതെ ചുമ്മാ നെഗറ്റീവ് പറയുന്ന കുറേ ആൾക്കാരും ഉണ്ട്. ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, അങ്ങനെയുള്ളവർ. അപ്പം അങ്ങനെയുള്ളവരെ നമുക്ക് മാക്സിമം അകറ്റി നിർത്താനായിട്ട് നോക്കുക. അകറ്റി നിർത്താനായിട്ട് പറ്റിയില്ലെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് അങ്ങനെ ഉൾക്കൊള്ളാതായിട്ട് ഇരിക്കുക. ഓക്കെ, ആ ഒരു നെഗറ്റീവ് തോട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലേക്ക് വരാതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നിന്ന് മാക്സിമം അകറ്റി നിർത്തുക. നമ്മളെപ്പോഴും പോസിറ്റീവ് തിങ്കിങ്ങും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഈ ഒരു ഡ്രോബാക്സ് പറയുന്നതിൻ്റെ സമയത്ത് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നപ്പം മൈൻഡ് ഒന്ന് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയി. അതുകൊണ്ട് കുറച്ചൊന്ന് മിക്സപ്പ് ആയെന്ന് തോന്നുന്നു. എന്നാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കാര്യം ഫാദർ ഇൻ ലോ എന്ന് പറയുന്നത് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാ ഒരു കാര്യത്തിനും. അപ്പം ആ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ചെറുതായിട്ട് മൈൻഡ് ഒന്ന് ഡിസ്റ്റർബ് ആയപ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒരു അവിയൽ പോലെ മിക്സപ്പ് ആയി. സോറി. ഞാൻ ചുരുക്കത്തിൽ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ. എൻ്റെ മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത്, ഒരുപാട് ഗോൾസ് ഒരു സമയത്ത് തന്നെ സെറ്റ് ചെയ്യും. അതായത് അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് അച്ചീവ് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഗോൾസ് സെറ്റ് ചെയ്യും. രണ്ടാമത്തെ തിങ് എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ്. ഒരു കാര്യമില്ലാതെ ചെറിയൊരു കാര്യത്തിന് പോലും ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യും. ഇപ്പോൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം നമ്മൾ പറഞ്ഞു എന്ന് വെക്കുക, അയാൾ നമ്മളെക്കുറിച്ച് എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നത്. ചിലപ്പോൾ അയാൾ ചിന്തിക്കാത്ത പോലും കാര്യങ്ങളായിരിക്കും ഞാൻ ചിന്തിച്ചു കൂട്ടുന്നത്. അങ്ങനെ ഒരു ഓവർ തിങ്കിങ് ഉണ്ട് ഭയങ്കരമായിട്ട്. സോ രണ്ടാണ് മെയിൻ ആയിട്ടുള്ളത്. ഒരുപാട് ഗോൾസ് സെറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഓവർ തിങ്ക്. ഇത് രണ്ടുമാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഇപ്പം എൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്തുവാന്നുള്ളത് എനിക്ക് നല്ലതുപോലെ ധാരണയുണ്ട്. എന്നിരുന്നാൽ പോലും അതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ അത് മനസ്സിലാക്കുന്നതിൽ ഒരു കാര്യമുണ്ട്. അത് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ എൻ്റെ മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്സ് ഇത് രണ്ടാണ്. ചിലപ്പോൾ ഈ രണ്ട് ഡ്രോബാക്സ് ഒരുപാട് പേർക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി എൻ്റെ ഈ ഒരു ഡ്രോബാക്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ മാറ്റാമെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇപ്പം എൻ്റെ ഈ ഒരു ഡ്രോബാക്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ്. അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഗോൾസ് ഉള്ളത്, ആ ഒരു ഗോൾസിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ആദ്യമേ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ഗോൾസ് ഉണ്ടാവാം. അപ്പം നിങ്ങളുടെ ചിലപ്പോൾ ഒരു ഗോളായിരിക്കും 2025 പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ 2025 എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണം, അല്ലെങ്കിൽ 2025 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിൽ പോകണം, അതല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഗോൾസ് ഉണ്ടല്ലോ. അപ്പം അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് പാർട്ട്ണറിനെ കണ്ടെത്തണം, അതും ഒരു ഗോളാണല്ലോ. നല്ലൊരു ലൈഫ് പാർട്ട്ണറിനെ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഗോൾസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾ ഏതാണോ, ആ ഒരു ഗോൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എഫേർട്ട് എടുക്കാൻ പറ്റുന്ന മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു ശീലമില്ല, പക്ഷെ ആ ഒരു ശീലം ഞാൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു ബുക്കിലോ ഡയറിയിലോ എന്തില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഗോൾസ് എഴുതി വെക്കാം. ഓക്കെ, അത് ഞാൻ ചെയ്ത് ശീലിച്ചിട്ടില്ലാത്ത കാര്യമാണ്. അതിനി ചെയ്യണം. ഇനി ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളിൽ ഒന്നാണ് എഴുതുക എന്നുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഗോൾസ് എന്ത് ചെയ്യുക, എഴുതുക. ഒരു ബുക്കിലിരുന്ന് എഴുതുക. ഓക്കെ, അത് ചുമ്മാ എഴുതിയാൽ മാത്രം പോരാ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ടും കൂടെ എടുക്കുക.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു 2025 സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ 2025 തീരാറാകുമ്പോഴത്തേക്ക് നിങ്ങൾ അത് അച്ചീവ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് അത് നോക്കുക. അതുപോലെ ഉറക്കം എണീക്കുന്ന സമയത്തും ആ ഒരു ഗോൾസ് നിങ്ങൾ നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്ത് പോയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് പോവുക. അപ്പം നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യും, ഒരു സന്തോഷം വരും. പ്രയോറിറ്റൈസ് ചെയ്ത് ഗോൾസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപാട് ഗോൾസ് അറ്റ് എ ടൈം എഴുതി വെക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു 3 ഗോൾ മാത്രം നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അതായത് നമ്മളിങ്ങനെ ഒരുപാട് ഗോൾസ്, ഒരു 10, 15, 16 ഗോൾസ് എഴുതി വെച്ചാൽ എല്ലാം നടക്കത്തില്ല. ഏതെങ്കിലും നിങ്ങൾക്ക് അത്രയ്ക്ക് ആഗ്രഹമുള്ള 3 മാത്രം എഴുതി വെക്കുക. എന്നിട്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്യുക, അതിനുവേണ്ടി മാത്രം എഫേർട്ട് എടുക്കുക. ചിലപ്പോൾ നമ്മൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് അതിനുവേണ്ടി മാത്രം എഫേർട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മൾ വേറെ ഗോൾസും കൂടെ എന്ത് ചെയ്യും, അതിനോടൊപ്പം തന്നെ അച്ചീവ് ആവും. അങ്ങനെ എന്തെങ്കിലും അച്ചീവ് ആയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, അത് ആ പേജിൽ എഴുതരുത്, വേറെ ഏതെങ്കിലും പേജിൽ നോട്ട് ചെയ്ത് പോവാം. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ താങ്ക് യു, ഗ്രാറ്റിറ്റ്യൂഡ്, ഈ ഒരു കാര്യം നടന്നതിന് താങ്ക് യു എന്ന് പറയാം. ഓക്കെ, എല്ലാ ദിവസവും രാത്രി കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം, അതല്ലെങ്കിൽ രാവിലെ എണീക്കുന്ന സമയത്ത് ചെയ്യാം. ഞാനിത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ ഇടയ്ക്ക് വെച്ച് കുറേ നമ്മൾ ലൈഫിൽ അൺഎക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമല്ലോ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്ന സമയത്ത് എൻ്റെ ഈ ഒരു റുട്ടീൻ അങ്ങ് മാറി. അതായത് ഈ ഒരു സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കാനായിട്ട് ഒരു സമയം നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, അതിപ്പോൾ രാത്രി ആയിക്കോട്ടെ രാവിലെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ രാത്രിയിലും രാവിലെയും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ബാത്റൂമിൽ കുളിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴാണോ മൈൻഡ് ഒന്ന് കാം ആൻഡ് പീസ്ഫുൾ ആവുന്നത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. ഓക്കെ, നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ടൈം എന്ത് ചെയ്യാം, കണ്ടെത്തുക. ഓക്കെ, അപ്പം അത് ചെയ്യുന്ന സമയത്ത് ഉറക്കം സംസാരിക്കണമെന്നൊന്നുമില്ല. ഇങ്ങനെ കണ്ണടച്ച് മെഡിറ്റേഷൻ ചെയ്ത് മൈൻഡിൽ നിങ്ങൾക്ക് സംസാരിക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം. ഉറക്കം സംസാരിക്കണമെന്നുള്ളവർക്ക് മിററിൽ നോക്കിയിട്ട് സംസാരിക്കാം. അത് ചെയ്യുന്ന സമയത്ത് തൊട്ട് ആരും ഇല്ലെന്ന് വിചാരിക്കുക, അവർക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വട്ടാന്ന് പറയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സെൽഫ് ടോക്കിന് വേണ്ടിയിട്ടും നിങ്ങൾ ടൈം കണ്ടെത്തുക. അതേപോലെ തന്നെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം എനിക്കാണെങ്കിൽ ഡൗട്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞാൽ ഇത് നടക്കുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു. താങ്ക് യു ഒക്കെ പറഞ്ഞാൽ നടക്കുമോ എന്നുള്ളൊരു ഡൗട്ട്. പക്ഷെ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം വരണം. വിശ്വാസം വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ആ ഒരു സംഭവം സക്സസ് ആവും. ഓക്കെ, അപ്പം സെൽഫ് ടോക്കും അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഗോൾസ് എഴുതാനായിട്ട് ശ്രമിക്കുക. എല്ലാ ദിവസവും രാത്രിയിലും രാവിലെയിലും എണീക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ രാത്രി അല്ലെങ്കിൽ രാവിലെ 2 സമയം ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. ആ ഒരു ഗോൾസ് നിങ്ങൾ മെയിൻ ആയിട്ട് എഴുതി വെച്ച 3 ഗോൾസ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലേക്ക് തന്നെ അത് എടുക്കുക. ഓക്കെ, ഈ ഒരു കാര്യം നടന്നു എന്നുള്ള രീതിയിൽ അത് മനസ്സിലേക്ക് തന്നെ ആ ഒരു ഗോൾ അങ്ങോട്ട് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് ഉറപ്പായിട്ടും നടക്കും. ഓക്കെ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്, അത് ഉറപ്പായിട്ടും നടക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് പേർളി മണിയുടെ വീഡിയോസ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ വന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ ഡ്രോബാക്സ്, പിന്നെ ഞാൻ ഇനി എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഗോൾസ് പ്രയോറിറ്റൈസ് ചെയ്ത് ഇങ്ങനെ എഴുതി വെക്കുന്ന ശീലം എനിക്ക് ഇതുവരെ ഇല്ല. പക്ഷെ അത് ചെയ്യണം എന്ന് വിചാരിക്കുന്നു, ചെയ്യും, ഉറപ്പായിട്ടും അത് ഞാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബുക്കിൽ എഴുതാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ചെയ്തു വെക്കാം ആ ഒരു ഗോള്. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ കൺവീനിയൻറ്റ് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അത് നിങ്ങൾ ചെയ്യുക. ബുക്കിലാണെങ്കിൽ ബുക്ക്, ഫോണിലാണെങ്കിൽ ഫോൺ, ഏതാണെന്നുള്ളത് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് പ്രയോറിറ്റൈസ് ചെയ്ത് അത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പം ഈ ഒരു 2025 എല്ലാവർക്കും, ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ല അടിപൊളി സക്സസ്ഫുൾ ഇയർ ആവട്ടെ. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നമ്മളെ ആഗ്രഹങ്ങൾ എന്താണോ അത് നല്ലതുപോലെ തന്നെ നടക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. നിങ്ങളുടേതായുള്ള എഫേർട്ടും, എൻ്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഞാൻ എൻ്റെതായ എഫേർട്ട് എടുക്കണം, നിങ്ങളുടെ കാര്യം നടക്കണമെങ്കിൽ നിങ്ങളുടേതായ ഒരു എഫേർട്ട് എടുക്കണം. അതേപോലെ നമുക്കൊരു വിഷൻ വേണം, ഫോക്കസ് വേണം. അത് നടന്നു എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ തന്നെ മോൾഡ് ചെയ്യണം. അപ്പോൾ 2025 നല്ലൊരു കിടിലം വർഷമാവട്ടെ, അടിപൊളി വർഷമാവട്ടെ എന്ന് ഹോപ്പ് ചെയ്യൂ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഹോപ്പ് എന്ന് പറയുന്നത് അത് നടക്കുമോ നടക്കത്തില്ലേ എന്നുള്ള ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഹോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഹോപ്പ് എന്ന് പറയുന്നുള്ള വാക്ക് വേണ്ട. നമ്മൾ അത് ഉറപ്പായിട്ടും നടക്കും എന്നുള്ളൊരു പോസിറ്റീവ് തിങ്കിങ്ങിലും കൂടെ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 2025 എന്നല്ല, നിങ്ങളുടെ ലൈഫിലേക്കുള്ള ഏതൊരു ഗോളാണെങ്കിലും
ഇങ്ങനെ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് അത് ചെയ്യുവാണെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അപ്പം പുതിയൊരു ശീലം ആയിക്കോട്ടെ, ഇപ്പൊ 2025 നല്ലതുപോലെ എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഷുഗർ കട്ട് ചെയ്യണം, ജങ്ക് ഫുഡ്സ് ഒഴിവാക്കണം, അങ്ങനെയൊക്കെയുള്ള ഓരോ ഗോൾസ് ഉള്ളവർ കാണും. അപ്പൊ ഏതൊരു ഗോൾ ആയിക്കോട്ടെ, ആ ഒരു ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായിട്ട് പരിശ്രമിക്കണം. നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം, അത് നടക്കും, ഞാൻ ചെയ്തിരിക്കും, അല്ലെങ്കിൽ സക്സസ് ആകും. അങ്ങനെ എല്ലാം നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ഉറങ്ങുന്ന സമയത്താണെങ്കിലും എണീക്കുന്ന സമയത്താണെങ്കിലും. ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കും പ്രാക്ടിക്കലി ഇതുവരെ നടന്നിട്ടില്ല, പക്ഷെ ഞാൻ ഇനി ഉറപ്പായിട്ടും അതിനു വേണ്ടി ശ്രമിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും നല്ലൊരു സക്സസ്ഫുൾ ഇയർ ആയിരിക്കട്ടെ, സക്സസ്ഫുൾ ലൈഫ് ആയിരിക്കട്ടെ. അപ്പൊ താങ്ക് യു.